ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വിശാഖം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം നോക്കാം. അതിനു മുമ്പായി പറയട്ടെ, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർ നീതിബോധമുള്ളവരും ഈശ്വരഭക്തി കൂടുതലുള്ളവരുമായി കണ്ടുവരുന്നു. പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ഈ നാളുകാർ അതിൽ അഭിമാനം കൊള്ളുന്നവരല്ല. സ്വജനങ്ങളിൽ നിന്നും അകന്നു കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് ഈ നാളുകാർ വേണ്ടത്ര പരിഗണന നൽകാറില്ല. കലാസാംസ്കാരിക രംഗത്ത് അതിയായ താല്പര്യമെടുക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. ചുറ്റും കാണുന്നവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നവരാണ് ഇവർ. സഹോദര സ്നേഹം കൂടുതലായി കാണുന്നു. ഈശ്വര ചിന്തകളിൽ കൂടുതൽ താല്പര്യമുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ. പിതാവിൽ നിന്നോ മാതാവിൽ നിന്നോ വേണ്ടത്ര പരിഗണന ഈ നാളുകാർക്ക് ലഭിക്കാറില്ല. ആർഭാടവും ധൂർത്തും ആഗ്രഹിക്കുന്നവരാണ് ഈ നാളുകാർ. അസാധാരണമായ ദുർബാധവും ആജ്ഞാശക്തിയും ഈ നാളുകാരുടെ പ്രത്യേകതയാണ്. നീതിബോധം ഉയർന്ന നിലവിൽ തന്നെ ഇവരിൽ കുടികൊള്ളുന്നതായി കണ്ടുവരുന്നു. സംഭാഷണത്തിൽ കുശലതയും പ്രവർത്തനത്തിൽ സാമർഥ്യവും പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ. അമിതമായ വിഷയാശക്തിയും സുഖജീവിതനിഷ്ഠയും ഇവരുടെ ജീവിതത്തെ കണ്ടറിയുന്നതാണ്. പ്രകൃതി സ്നേഹികളായ ഈ നാളുകാർ താൽക്കാലികളെ വളരെ പ്രിയമാണ് ഇവർക്ക്. എല്ലാ കാര്യത്തിലും ധാരാളം ധനം കൈവശം വരും ഇവർക്ക്. സൗമ്യ സ്വഭാവം പ്രകടിപ്പിക്കും. ആത്മനിയന്ത്രണം കുറവായിരിക്കും. ജീവിത പങ്കാളിയെ സ്നേഹിക്കും. ഒരു തരത്തിലും ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അടിമയായിരിക്കും ഇവർ. സംസാരപ്രിയരായി കണ്ടുവരുന്നു. വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾക്കും ഇപ്പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. മധുരമായി സംസാരിക്കുകയും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുകയും ചെയ്യുന്ന ഈ നാളുകാർ ഭക്തിമാർഗത്തിൽ ഊന്നിയ ഒരു ജീവിതമാണ് നയിക്കുക. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൽ ഇവർക്ക് ഏറെ സംതൃപ്തി അടയുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി മറ്റു വിശേഷങ്ങളുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.